ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കി വീട്ടിൽ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന മധുരമുള്ള നല്ലൊരു സ്നാക്കാണല്ലോ ഈ അവൽ വിളയിച്ചത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് മട്ട റൈസിൻ്റെ പരന്ന അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 240 ml കപ്പിൽ 2.5 കപ്പ് അവൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. റോസ്റ്റ് ഒന്നും ആവണ്ട, ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം അതൊരു പാത്രത്തിലേക്ക് ഉടനെ തന്നെ മാറ്റി കൊടുക്കണം. ഇനി ഇതിലെ മധുരത്തിനായിട്ട് ഞാൻ ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് ശർക്കര പൊടി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അലിയിച്ച് അതൊരു പാനിയാക്കി മാറ്റാം. ഇനി ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇത് ഒറ്റനൂൽ പരുവൊന്നും ആയി പോകണ്ട. ഒറ്റനൂൽ പരുവം ആയിക്കഴിഞ്ഞാൽ അവൽ വിളയിച്ചതിന് വളരെ ഹാർഡായിട്ട് മാറും. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ച ശേഷം പിന്നെ ഒരു കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഏകദേശം ഒരു 10 കശുവണ്ടി പരിപ്പ് അതിലിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ കശുവണ്ടി പരിപ്പിൻ്റെ കൂടെ നമുക്ക് പൊട്ടുകടല വേണമെങ്കിൽ അത് ഞാൻ പൊട്ടുകടല ഏകദേശം 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഞാൻ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി റൈസിൻസ് അതുപോലെ എള്ള് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ നെയ്യിൽ വറുത്ത് കോരിയിട്ട് നമുക്ക് അവൽ വിളയിച്ചതിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കശുവണ്ടി പരിപ്പും പൊട്ടുകടലയും മാത്രം ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇത് നമ്മൾ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്നാക്ക് ആയതുകൊണ്ട് നമ്മൾ ഇതെല്ലാം റോസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ കുറച്ച് ദിവസം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. ചിരവിയ തേങ്ങ നമുക്ക് ആദ്യം ഒന്ന് തേങ്ങയിലെ ജലാംശമൊക്കെ ഒന്ന് കളയുന്നതിന് വേണ്ടിയിട്ട് ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ബ്രൗൺ കളറൊന്നും ആക്കിയേക്കരുത്. ഏകദേശം 1/4 കപ്പ് ചിരവിയ തേങ്ങയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് നിറമൊന്നും മാറാതെ നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര നല്ല ശർക്കരയാണെങ്കിലും എന്തെങ്കിലും ഒരു കരട് അതിൽ കാണും. അതുകൊണ്ട് അരിച്ച് തന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടായി അതൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അതിലെ ആ ശർക്കര പാനിയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെക്കുന്നതാണ് നല്ലത്. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ കശുവണ്ടിയും പൊട്ടുകടലയും റോസ്റ്റ് ചെയ്യാനെടുത്ത ആ നെയ്യ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യൂടെ അതിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് നമ്മളതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അവൽ ചേർത്ത് കൊടുക്കാൻ കൂടെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കശുവണ്ടി പരിപ്പും പൊട്ടുകടലയും എല്ലാം നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് അവലിലേക്ക് അതിൻ്റെ മധുരവും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഫ്ലെയിം മീഡിയത്തിലും താഴോട്ട് വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ എവിടെയെങ്കിലും അടി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ കരിഞ്ഞു പിടിക്കാതെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സിപ്പ് ലോക്ക് കവറിലോ അതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ നമുക്ക് തണുത്ത ശേഷം സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. വിരുന്നുകാർ വരുമ്പോൾ കാപ്പിയുടെ കൂടെ അതുപോലെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയെല്ലാം നമുക്കിത് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. അല്ലാതെ നെയ്യും അല്ലാതെ ശർക്കരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരളവിലാണ് ഞാനിതിലെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കത് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ദിവസം എടുത്തു വെക്കാൻ പറ്റുന്നതുകൊണ്ട് വളരെ സൗകര്യമാണ്. പെട്ടെന്ന് നമുക്ക് എടുത്ത് കുറിക്കാനൊക്കെ വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.